നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, VFAയുടെ മലയാളത്തിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിലെ ഊർധ്വശ്വാസത്തിലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്? ബി ആണ് കേട്ടോ. ഊർധ്വശ്വാസമാണ്. ഇവിടെ ഈ ദ എന്ന് എഴുതിയിട്ട് ഇങ്ങനെയുണ്ട്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഊർധ്വശ്വാസം, ഊർധ്വശ്വാസം. അടുത്തത് വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ. എന്താണ് വൈൽഡ് ഗൂസ് ചേസിന്റെ? തക്കം നോക്കുക അല്ലെ? എന്താണ് തക്കം വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ അർത്ഥം ഏതെന്ന് ചോദിച്ചുമ്പോൾ ആൻസർ സി ആണ്, നിഷ്ഫല യത്നമാണ് അല്ലെ? ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിന് എന്തുണ്ടാവില്ല? അതിന് ഒരു ഗുണവും ലഭിക്കാത്തൊരവസ്ഥയാണ് ഇത് നിഷ്ഫല യത്നം, വൈൽഡ് ഗൂസ് ചേസ്. നിഷ്കാമം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഡി ആണ്. കാമം ഇല്ലാത്തതാണ് നിഷ്കാമം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത്. എന്താണ്? കാമം ഇല്ലാത്തത് നിഷ്കാമം. നെക്സ്റ്റ് വൺ, ശരിയായ വാക്യം ഏത്? ഇവിടെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള വരിക? 74ാമത്തെ ആൻസർ ബി ആണ് കേട്ടോ. ഇതാണ് ബി ആണ്. ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. ആമോദ ഹർഷത്തോടെ എന്ന് വേണ്ട, രണ്ടും ഒരേ വാക്കാണ്. അതേപോലെ ആമോദത്തോടെയും ഹർഷത്തോടെയും അതും ഒരേ മീനിങ് ആണ് കേട്ടോ. ആമോദ ഹർഷം അതൊക്കെ റിപ്പീറ്റേഷൻ വന്നു. അപ്പൊ ഇവിടെ ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഏതാണ്? എ ആണ് കേട്ടോ, പത്രിയല്ല. അപ്പൊ പർവ്വതത്തിന്റെ പര്യായങ്ങളൊക്കെ പഠിച്ചു വെക്കേ. അജലം പർവ്വതമാണ്, അദ്രി പർവ്വതമാണ്, ശൈലം പർവ്വതമാണ്. ശൈലം നമുക്കറിയാം, കൊടുമുടി എന്നൊക്കെ അർത്ഥം നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? പർവ്വതം എന്തൊക്കെയാണ്? അജലം, അദ്രി, ശൈലം. ആടറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? സി ആണ്, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ആടറിയുമോ അങ്ങാടി വാണിഭം, മണ്ടന്മാർക്ക് വിവരം കാണില്ല. അടുത്തത്, ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ സി ആണ് കേട്ടോ. ഉത് അധികം നിദ്രമാണ് ഉന്നിദ്രം. എന്താണ്? ഉത് അധികം നിദ്രമാണ് എന്തായി മാറുന്നത്? ത എന്തായിട്ട് മാറുകയാണ്? ന ആയിട്ട് മാറുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ഉത് അധികം നിദ്രമാണ് ഉന്നിദ്രം. രക്ഷാകർത്താവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? രക്ഷാകർത്തൃയാണ്. രക്ഷാകർത്താവ്, കർത്തൃ അല്ലെ? രക്ഷാകർത്താവ്, രക്ഷാകർത്തൃ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത്? സി ആണ്, ഭാഗവതര്. ബഹുവചനം അല്ലാത്തത് ഇതൊക്കെ വിരുദ്ധന്മാര്, ധീരന്മാര്, ഭൃത്യന്മാരൊക്കെ എന്താ? ബഹുവചനമാണ്. ഇതെന്താണ്? ഭാഗവതര് പൂജക ബഹുവചനമാണ്. ഏതാണ്? പൂജക ബഹുവചനമാണ്. നെക്സ്റ്റ് വൺ, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? പഠിപ്പിക്കുന്നു, പി എന്നുള്ളത് നോക്കിക്കേ. ഏത് വരും? ഡി ആണ് കേട്ടോ. പ്രതിഗ്രാഹിക ആണ്. ഏതാണ്? പ്രതിഗ്രാഹിക. അടുത്തത് SCRT നോക്കാം. മാമ്പഴം ആരുടേതാണ്? വൈലോപ്പിള്ളിയുടേതാണ് കേട്ടോ. മാമ്പഴം എന്ന കവിത ആരുടേതാണ്? വൈലോപ്പിള്ളി. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെക്കണം. മാമ്പഴം, വൈലോപ്പിള്ളി. വാഴക്കുല പ്രീവിയസ് ആണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. വാഴക്കുല ആരുടേതാണ്? വാഴക്കുല എന്ന കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചന്ദനക്കട്ടിൽ, ജി ശങ്കരക്കുറുപ്പ്. ചന്ദനക്കട്ടിൽ, ജി ശങ്കരക്കുറുപ്പ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് മേക്കിംഗ് ആവും കേട്ടോ. റാങ്ക് ഒക്കെ ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജി ശങ്കരക്കുറുപ്പ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ഒരൊറ്റ കുതിക്കലാണ്. ശ്രദ്ധിക്കണം. മാമ്പഴം, വൈലോപ്പിള്ളി, വാഴക്കുല, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചന്ദനക്കട്ടിൽ, ജി ശങ്കരക്കുറുപ്പിന്റെ കൃതികളാണ്. അടുത്തത് കുറത്തി. നോക്കിക്കേ, വരികള്. കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ, മരം വരിച്ച് പൂ വരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ. ഇത് ഏതിലെയാണ്? കുറത്തി എന്ന കവിതയിലെയാണ്. അത് ആരുടേതാണ്? കടമ്മനിട്ട രാമകൃഷ്ണന്റേതാണ് കേട്ടോ. കുറത്തി ആരുടേതാണ്? ഈ കുറത്തി കടമ്മനിട്ട രാമകൃഷ്ണൻ. അടുത്തത് മൊഴിമുത്തുകൾ. നോക്കിക്കേ, തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ, പഞ്ചവർണ്ണ കിളി തത്തേ അല്ലെ? ഒരു പാട്ടില്ലേ, കുഞ്ചന്റെ കച്ചമണികൾക്കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അത് ആരുടേതാണ്? ONV കുറുപ്പിന്റേതാണ് കേട്ടോ. ഓക്കെ, ആരുടേതാണ്? ONV കുറുപ്പിന്റേതാണ്. മൊഴിമുത്തുകൾ കേട്ടോ. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ, പഞ്ചവർണ്ണ കിളി തത്തേ, കുഞ്ചന്റെ കച്ചമണികൾക്കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. അതൊരു ആ ഈണത്തിലൊന്ന് പാടി നോക്കൂ കേട്ടോ. അത് ആരുടേതാണ്? ONV കുറുപ്പിന്റേതാണ്.
അടുത്തത് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്ന് ആത്മാവിൽ 1000 സൗരമണ്ഡലം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. ഒരു കണ്ണീർക്കണം ഇങ്ങനെ വരികൾ തരും, ഇങ്ങനെ വരി തന്നിട്ട് ഇത് ആരുടേതാണെന്ന ചോദ്യങ്ങൾ വരാറുള്ളത് അക്കിത്തമാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്ന് ആത്മാവിൽ 1000 സൗരമണ്ഡലം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു അല്ലേ. അപ്പൊ നമുക്കത് എന്താണ്, ഒരു കണ്ണീരാണ് അല്ലേ അദ്ദേഹത്തിന്റെ വിട പറയൽ എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ണീർക്കണം അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിലായൊരു സൗരമണ്ഡലം. അടുത്ത് നോക്കുക, പ്രഭാവർമ്മയുടേതാണ്. എന്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ വെറ്റിക്കിടാൻ പാടില്ലൊരു കൈത്തിരി നാളവും. എണ്ണയെ കുറിച്ചിട്ട് അല്ലേ, അതെന്താണ്, പ്രഭാവർമ്മയാണ് അല്ലേ, പ്രഭാവർമ്മ. അടുത്തത് എന്റെ ഭാഷ ആരുടേതാണ്, എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞ, കേരള ഭാഷാ പ്രതിജ്ഞ അല്ലെ, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഭാഷാ പ്രതിജ്ഞയാണ്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ആരുടേതാണ് എൻ്റെ ഭാഷ, എം ടി വാസുദേവൻ നായരാണ് ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിടങ്ങൾ കൊരുത്തൊരു പൊന്നുനിൽ പോലെ മണ്ണിൽ വീണുകുരുത്തു നിന്മണി വിത്ത് മുളപൊട്ടി മിന്നിമിരിയില വിശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ച വർദ്ധൻ ഈണമായി വന്നു അന്ന് പാടിയ പാട്ടിൽ ഊനാലാടി മലയാളം. ONVയുടെ വരികളാണ്. എത്ര സുന്ദരം എൻ്റെ മലയാളം. ആ വരികൾ ഓർത്തു വെക്കുക കേട്ടോ, ONVയുടേതാണ്. അടുത്തത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമതൻ ഭാഷതാൻ അല്ലെ. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടു വളർന്നു വന്ന വരികളാണ്, വള്ളത്തോളിൻ്റെതാണ് അല്ലെ. നമ്മുടെ ഭാഷയെ കുറിച്ചിട്ടാണ്, നമ്മുടെ മലയാള ഭാഷകളെ കുറിച്ചിട്ട് പറഞ്ഞത്. മറ്റുള്ള ഭാഷകളെല്ലാം എന്താണ്, കേവലം ധാത്രിമാർ മാത്രമാണ്. എന്നാൽ മർത്തിനു പെറ്റമതൻ ഭാഷതാൻ, നമ്മുടെ തൻ ഭാഷതാൻ എന്ന് പറയുമ്പോൾ സ്വന്തം ഭാഷയാണ്. പെറ്റമ്മ എന്നുള്ള മറ്റുള്ള ഭാഷകളൊക്കെ എന്താണ്, വെറും ധാത്രിമാർ മാത്രമാണ്. അത് വള്ളത്തോളിന്റെ വരികളാണ്. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്ര സുന്ദരം എൻ്റെ കേരളം ലെ വരികൾ ലെ ആരുടേതാണ്, ONVയുടേതാണ്. തൻ ഭാഷകളെ കുറിച്ചിട്ട് പറയുന്നത്, നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തെ കുറിച്ചിട്ട്. മലയാളം പെറ്റമ്മയാണ്, പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയുന്നതാണ് വള്ളത്തോളാണ്. പിന്നെ 56 അക്ഷരമല്ല 51 അക്ഷരമല്ല മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വിവരിക്കുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിന് വേറെ ക്ലാസ് ഉണ്ട്, മലയാളത്തിന് വേറെ ക്ലാസ് ഉണ്ട്, ജനറൽ നോളജ് വിഭാഗത്തിന് വേറെ ക്ലാസ് ആണ്. 3 തരം ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, VFAക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം കൂടെ വന്നിട്ട് പഠിക്കുക. ഓക്കെ, നല്ല അടുത്ത നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്കൊരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആകാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രീതിയിൽ പുതിയ SSC ഒക്കെ അടിസ്ഥാനമാക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.